അങ്ങനെ പുതിയൊരു പോർമുഖം തുറന്നിരിക്കുകയാണ്. CPM-ഉം തലശ്ശേരി അതിരൂപതയുമായിട്ടാണ്. വിഷയം മറ്റൊന്നുമല്ല, ഈ ഛത്തീസ്ഗഡ് വിഷയത്തിൽ കന്യാസ്ത്രീകൾക്ക് ജയിൽ വിമോചനം അനുവദിച്ചതിൽ, അതിനകത്ത് സത്വര നടപടികൾ കൈക്കൊണ്ടതിൽ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ബിഷപ്പ് പാംബ്ലാനി നന്ദി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റാർക്കും നന്ദി രേഖപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ്? ഇവർക്ക് രണ്ടുപേർക്കും നന്ദി രേഖപ്പെടുത്തിയതിലാണ് ഇപ്പോൾ CPM-ൽ വലിയ അമർഷമുണ്ടായിരിക്കുന്നത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കണ്ണൂർ പ്രസംഗിച്ച അവസരത്തിലാണ് ഈ തലശ്ശേരി ബിഷപ്പിനെതിരെ രൂക്ഷമായി തിരിഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ DYFIയുടെ ആഗോള നേതാവും പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ബിഷപ്പ് പാംബ്ലാനി അവസരവാദിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. തലശ്ശേരി അതിരൂപതയിലുള്ള മറ്റൊരു പിതാവ് പറയുന്നത്, പിണറായി വിജയൻ തന്നെ ഇദ്ദേഹത്തെ MV ഗോവിന്ദനെ ശാസിച്ചിട്ടുള്ളതാണ്. ഈ മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയുന്നതും ആ ആവേശം അങ്ങ് ഒഴിവാക്കണമെന്ന്. കാരണം ബിഷപ്പുമാരോടെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നല്ല തിരിച്ചടി കിട്ടുമെന്ന് പിണറായിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ 2 തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ നിൽക്കുകയാണ്. ഈ അവസരത്തിലാണ് ഇത്തരത്തിൽ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള മട്ടിൽ പാടിക്കൊണ്ടിരുന്നാൽ ഇനിയും 3-ാം വട്ടം തുടർഭരണമെന്നുള്ളത് ആ സ്വപ്നമൊക്കെ പൊലിഞ്ഞ് വീട്ടിലിരിക്കേണ്ടി വരും എന്ന് നന്നായിട്ട് പിണറായി മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഈ തലശ്ശേരി അതിരൂപത ചോദിക്കുന്നത്, എന്തെങ്കിലും അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ അത് AKG സെന്ററിൽ നിന്ന് തീട്ടൂരം വാങ്ങിയിട്ട് വേണോ എന്നാണ് ചോദിക്കുന്നത്. എല്ലാറ്റിൻ്റെയും അവസാനം AKG സെന്റർ ആണോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ഈ ബിഷപ്പ് പാംബ്ലാനിയെ നമുക്കറിയാം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ വളരെ മുന്നേ തന്നെ, 1 വർഷം മുമ്പ് അദ്ദേഹം വളരെ ശക്തമായൊരു പ്രസ്താവന ഇറക്കി. അത് BJPയോടെ തന്നെയായിരുന്നു. നിങ്ങൾ റബ്ബറിന് 300 രൂപ വില തരൂ, ഞങ്ങൾ നിങ്ങൾക്കൊരു MBA തരാം എന്നാണ് പറഞ്ഞത്. ഇത് ഈ ബിഷപ്പ് പാംബ്ലാനിയിൽ നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകൾ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ 2 മുന്നണികളും നടുങ്ങിപ്പോവുകയും നെട്ടോട്ടം ഓടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ബിഷപ്പ് പാംബ്ലാനിയെ ഇവർ കുരിശിൽ തറച്ചു എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം പാംബ്ലാനി പറഞ്ഞ ആ വാക്കുകൾ കേട്ടുകൊണ്ട് അവസരത്തിനൊത്തുയരാൻ അവർ വേണ്ട തരത്തിൽ കേരളത്തിൽ ശ്രമിച്ചില്ല. പക്ഷേ പിന്നീട് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒക്കെ ഇടപെടൽ കൊണ്ട് ഈ ക്രൈസ്തവ വിഭാഗത്തെ കൂടുതലായിട്ട് ചേർത്ത് നിർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. BJPയും ക്രൈസ്തവരും കൂടുതൽ അടുക്കുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് കേരളത്തിലെ 2 മുന്നണികൾക്കും അങ്കലാപ്പുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഈ മുനമ്പം വിഷയത്തിലും വഖഫ് ഭേദഗതി ബില്ലിലും ഒക്കെ ഈ ഷോൺ ജോർജും മറ്റുമൊക്കെ കാര്യങ്ങൾ ക്രൈസ്തവ സഭകളെ കൃത്യമായി ധരിപ്പിക്കുകയും അവരുടെ പിന്തുണ അക്കാര്യത്തിൽ ആർജിക്കുകയും ചെയ്തു. BJPയിൽ കുറച്ച് ക്രൈസ്തവ മുഖങ്ങളുണ്ട്. ഷോൺ ജോർജ് ആയാലും, അനിൽ ആന്റണി, ജേക്കബ് തോമസ്, ജോർജ് കുര്യൻ, അൽഫോൻസ് കണ്ണന്താനം, ഇങ്ങനെ പോകുന്നു ആ നിര. ആ ക്രൈസ്തവ മുഖങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതലായിട്ട് ക്രൈസ്തവ വിഭാഗത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ BJP നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ സുരേഷ് ഗോപി ക്രൈസ്തവ വിഭാഗവുമായിട്ട് എത്രത്തോളം അടുപ്പമുണ്ടാക്കി, ആ അടുപ്പം എത്രത്തോളം വോട്ടായി മാറി എന്നുള്ളത് നമുക്ക് സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലും മാതൃകയാക്കണമെന്നാണ് BJPയിലെ മുതിർന്ന നേതാക്കൾ തന്നെ പിന്നീട് പറഞ്ഞത്. ശോഭാ സുരേന്ദ്രൻ അത് കൃത്യമായി എടുത്തു പറയുകയും ചെയ്തു. ശോഭാ സുരേന്ദ്രൻ ആ മാതൃക സ്വീകരിച്ചില്ലെങ്കിലും മറ്റൊരു മാതൃകയിലാണ് ശോഭാ സുരേന്ദ്രൻ പോകുന്നത്. ആ മാതൃകയും കേരളത്തിലെ BJPയുടെ മറ്റ് പ്രവർത്തകർക്കും നേതാക്കൾക്കും സ്വീകരിക്കാവുന്നതാണ്.
സുരേഷ് ഗോപിയും ശോഭാ സുരേന്ദ്രനും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആ മണ്ഡലത്തിൽ വലുതാണ്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒരു തവണ പരാജയപ്പെട്ടു, പിന്നീട് മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തു. അതുപോലെ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് തോൽക്കുകയാണെങ്കിൽ പോലും ഒരു വിജയിച്ച പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ആറ്റിങ്ങലും കണ്ടു, ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിലും കണ്ടിരിക്കുകയാണ്. 2016 പാലക്കാടും കണ്ടു. അതിനു മുമ്പുണ്ടായിരുന്ന വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. അപ്പോൾ ഓരോ തവണയും വലിയ മുന്നേറ്റം കുറിക്കാനായിട്ട് ഈ തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ കഴിയുന്നു. ഇപ്പോൾ അത് ക്രൈസ്തവ വിഭാഗവുമായിട്ട് കൂടിച്ചേരുമ്പോൾ ഈ ക്രൈസ്തവ വിഭാഗവുമായിട്ടുള്ള ഒത്തുചേരലിലൂടെ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്ന് കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ വലിയൊരു അടുപ്പത്തിൽ നിൽക്കുന്ന സമയത്താണ് ഛത്തീസ്ഗഡിലെ വിഷയം കടന്നു വരുന്നത്. ആ വിഷയം മറ്റൊരു തരത്തിലേക്ക് ഈ LDFും UDFും പറഞ്ഞു പ്രചരിപ്പിച്ചു. ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പീഡിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ആക്കി. കേരളത്തിലെ കുറെ MP-മാര് ഛത്തീസ്ഗഡിൽ പോയി കാണിച്ച കോപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അവർക്ക് ഈ കന്യാസ്ത്രീകൾ കുറേ ദിവസം കൂടെ ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹിച്ചവരാണ്. കാരണം അതിൻ്റെ പേരിൽ ഛത്തീസ്ഗഡിൽ അവിടെ തിന്നും കുടിച്ചും കിടക്കാമല്ലോ. അങ്ങനെ കണ്ടിരുന്നപ്പോഴാണ് ഇവര് 9-ാം നാളിൽ പുറത്തിറങ്ങുന്നത്. അതോടുകൂടി എന്തായിരുന്നു, അവർ ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടും പ്രയത്നിച്ചത് കൊണ്ടുമാണ് ഇവര് ഈ 9-ാം ദിവസമെങ്കിലും പുറത്തിറങ്ങിയതെന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ജോൺ ബ്രിട്ടാസും ഡബിൾ-എ റഹീമും കാണിച്ച ഗോഷ്ഠികൾ നമുക്കറിയാവുന്നതാണ്. ഡബിൾ-എ റഹീം പിന്നെ എവിടെയും ഗോഷ്ഠി കാണിക്കുന്ന ഒരാളാണ്. അങ്ങനെ മുതലെടുക്കാൻ ശ്രമിച്ചവരാണ്. പക്ഷെ കേരളത്തിലെ BJP നേതൃത്വം പ്രധാനപ്പെട്ട 2 പേരെ ആ ഛത്തീസ്ഗഡിലേക്ക് വിട്ടു, അനൂപ് ആന്റണിയെയും ഷോൺ ജോർജിനെയും. കേന്ദ്രവും ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ എടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് തലശ്ശേരി അതിരൂപതയിലെ ബിഷപ്പ് പാംപ്ലാനി ഇവരെ നരേന്ദ്രമോദിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും അഭിനന്ദിക്കുകയും അവർക്ക് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. എന്തുകൊണ്ട് ഡബിൾ-എ റഹീമിനും ബ്രിട്ടാസിനും നന്ദി രേഖപ്പെടുത്തിയില്ല എന്നാണ് അവരുടെ ചോദ്യം. ഈ ഡബിൾ-എ റഹീം എന്ന് പറഞ്ഞാൽ DYFIയുടെ ആഗോള നേതാവല്ലേ. അപ്പോൾ അമിത്ഷായ്ക്ക് മുകളിൽ നിൽക്കുന്ന ആളാണ്. ഓക്സ്ഫോർഡ് സർവകലാശാല അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ അഭിനന്ദനം അറിയിക്കാതെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അഭിനന്ദനം അറിയിച്ചതിലാണ് നമ്മുടെ MP ഗോവിന്ദൻ്റെ അരിശം മുഴുവൻ. MP ഗോവിന്ദൻ അരിശം മൂത്ത് നിൽക്കുകയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പാംപ്ലാനിയുടെ ഇത്തരത്തിലുള്ള നീക്കം വലിയ അപകടമുണ്ടാക്കുമെന്ന് MP ഗോവിന്ദൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പാംപ്ലാനിയെ ഇപ്പോൾ വിരട്ടിയിരിക്കുന്നത്. നന്ദി പറയുമ്പോൾ സൂക്ഷിച്ച് നന്ദി പറയണം, ആരോടാണ് നന്ദി പറയേണ്ടതെന്ന് പാംപ്ലാനിക്ക് അറിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കലിതുള്ളി നിൽക്കുകയാണ് നമ്മുടെ ഗോവിന്ദൻ മാഷ്. എന്തായാലും തലശ്ശേരി അതിരൂപത ഇനി എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് AKG സെന്ററിൽ നിന്നുള്ള തിട്ടൂരം തന്നെ വാങ്ങിച്ചിട്ട് വേണം പറയാൻ.